ഞാൻ ചെയ്യുന്നത് ഒരു പിസ്സയാണ്, ഒരു വെജിറ്റബിൾ പിസ്സ. അപ്പോൾ വെജിറ്റബിളിന് പകരമായിട്ട് നോൺ വെജിന് നമുക്ക് തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ഓവനിലല്ല ചെയ്യണത്, പാനിലാണ് ചെയ്യണത്. അതുപോലെ തന്നെ നമ്മളിതിൽ ചീസൊന്നും ചേർക്കണില്ല. വളരെ എളുപ്പത്തിലൊരു വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് ആ ഒരു സോസാണ് നമ്മൾ ചീസിന് പകരമായിട്ട് ഇതിൽ ഉപയോഗിക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പിസ്സ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ പിസ്സയുടെ ഡോ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അരക്കപ്പ് വെള്ളം എന്ന് പറയുന്നത് ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യണം ഇതൊന്ന് പൊങ്ങി വരാനായിട്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ വേറൊരു ബൗളിൽ ഒരു 1.5 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് എണ്ണയും കൂടെ വേണം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ചേർക്കുന്നത്. ഏത് വെജിറ്റബിൾ ഓയിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണ വേണ്ട, വെളിച്ചെണ്ണക്ക് വേറൊരു ഫ്ലേവറാണല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട, നമുക്ക് സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു എണ്ണയും ഉപ്പും ഈ ഒരു മൈദയും കൂടെ നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ ആ ഒരു ഈസ്റ്റും പഞ്ചസാരയും വെള്ളത്തിൻ്റെ ആ ഒരു കൂട്ട്, അത് ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവുണ്ടല്ലോ, അതിലാണ് ആ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു അരക്കപ്പ് വെള്ളം മതിയാവില്ല എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ നോർമൽ വാട്ടർ തന്നെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് ഏകദേശം ഒരു 2 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് പൊങ്ങാനായിട്ട്. അപ്പോൾ അത് പൊങ്ങി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടൊരു പിസ്സയുടെ സോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസിലുള്ള തക്കാളിയും അതുപോലെ തന്നെ ഒരു ചെറിയ സവാളയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടാക്കി അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ചെറുതായി മുറിച്ചെടുത്ത വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചച്ചുവ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറുന്നത് വരെ. ആ ഒരു സമയത്ത് ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ മുളക് പൊടി ഒന്നിങ്ങോട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അല്പം കൂടുതലാണ്, അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സഡ് ഹെർബോ അല്ലെങ്കിൽ ഒറിഗാനോ മാത്രമുള്ളൂ വിചാരിച്ചാൽ അതോ ഏതെങ്കിലും ചേർക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. നമ്മുടെ ആ ഒരു പിസ്സയുടെ ഫ്ലേവർ തന്നെ മാറും, നല്ല ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കണില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളിയാണല്ലോ, അപ്പോൾ തക്കാളിക്ക് ഒരു ഇത്തിരി പുളി ഉണ്ടാകും. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൽ നമുക്കൊരു വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു പാന് ചൂടാക്കി ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോൾ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ തന്നെ മൈദമാവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു മൈദയുടെ ആ ഒരു പച്ച ചുവ ഉണ്ടല്ലോ അതൊന്ന് മാറണ വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴറ്റി വരുമ്പോൾ അത് നല്ലൊരു മണം വരും. ആ ഒരു സമയത്ത് 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു പാലും ആ ഒരു എന്താ പറയുക മൈദയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി ഒന്ന് തിളച്ച് വരുമ്പോൾ നന്നായിട്ട് കുറുകി വരും, നല്ലൊരു സോസായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് അതും മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു പിസ്സയുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരല്പം കയ്യിൽ എണ്ണ തടവിയതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഒന്നും കൂടെ കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്ക് ഒരു പിസ്സ ആയിട്ട് ഞാൻ ഉപയോഗിക്കണില്ല, കാരണം എൻ്റെ ചെറിയ പാൻ ആയതുകൊണ്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ ഇതുപോലെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ പാനാണെങ്കിൽ അത് ഫുള്ളായിട്ട് എടുത്തിട്ട് ഇതുപോലെ പരത്തി ഉപയോഗിക്കാം കേട്ടോ. വലിയൊരു പിസ്സ ആക്കി എടുക്കാം. അപ്പോൾ അത് പരത്തിയതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഞാനൊന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്, കാരണം അതിൽ എയർ ബബിൾസ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യണത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആദ്യം തന്നെ പിസ്സയുടെ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കിയില്ലേ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ചിക്കൻ വേണമെങ്കിൽ നോൺ വെജ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ.
ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളിയും അതുപോലെ തന്നെ സവാളയാണ് കേട്ടോ. അത് മാത്രമേ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. എങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിരത്തി വെച്ചതിന് ശേഷം ഒരു ദോശത്തവ നന്നായിട്ട് ചൂടാക്കി അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മളിത് വേവിക്കാനായിട്ട് വെക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ ഒരു പാൻ ഉണ്ടല്ലോ, പിസ്സ വെച്ച ആ ഒരു പാന് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട്, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ദോശയുടെ തവ ചൂടാക്കി എടുക്കണം. അതിന് ശേഷം നമ്മുടെ ഈ പിസ്സയുടെ തവ വെക്കുക, എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 15 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് അതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് കിട്ടും, ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ തടവി കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ, മൊത്തത്തിലൊരു 40 മിനിറ്റോളം വേണ്ടി വരും നമുക്കിത് കുക്കായി കിട്ടാൻ. അപ്പോൾ അത് കണ്ടോ, അത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. പുറം ഭാഗം ചെറിയതായിട്ട് ഇങ്ങനെ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് മാറ്റാം പാനിൽ നിന്ന്. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ചീസിൻ്റെ ടേസ്റ്റ് തന്നെ ഏകദേശം ഇതിന് വരുന്നുണ്ട് ഈ ഒരു വൈറ്റ് സോസിന്. അപ്പോൾ ആ ചീസ് ഇടുന്ന അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ലെങ്കിലും ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. വേറൊരു ഫ്ലേവർ, വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ല മോശമായിട്ടുള്ള ടേസ്റ്റൊന്നുമല്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് പറയുക. ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.